ഹലോ ഗായ്സ്, രാവിലെ കുളിച്ച് റെഡിയായി ബലിയിടാൻ പോവുകയാണ്. എല്ലാ വർഷവും കർക്കിടക ബലിക്ക് മാമൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഒത്തുകൂടാറുള്ളത്. ഇത്തവണയും ആ പതിവ് തന്നെ തെറ്റിച്ചില്ല. അവിടെ എത്തിയപ്പോഴേക്കും ആൻറ്റി അവിടെ ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും ദൈവവും കൂടെ കുറച്ചൊക്കെ സഹായിച്ച് ഞങ്ങൾ എല്ലാ പണികളും വേഗം തീർത്തു. എല്ലാ വർഷത്തെ പോലെയും ഇത്തവണയും ഞങ്ങൾ നായനാർ ക്ഷേത്രത്തിൽ തന്നെയാണ് ബലികർമ്മങ്ങൾ ചെയ്തത്. തൊട്ടടുത്ത് വെച്ചിട്ട് വലത് കൈയിലെ മോതിര വിരൽ മടക്കി അവിടെ നല്ല ഒരു അടുക്കും ചിട്ടയോടും നമുക്ക് നല്ല തൃപ്തിയായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ല ശാന്തമായ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അവിടെ തന്നെയാണ് എല്ലാ വർഷവും. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പായി. എത്രയും പെട്ടെന്ന് ആഹാരം കഴിച്ചാൽ മതി. കാരണം തലേ ദിവസമേ ഒരിക്കലുണ്ടതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല വ്രതത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം നല്ല വിശപ്പാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, എൻ്റെ മാമൻ കാക്കയെ വിളിക്കാൻ നല്ല എക്സ്പെർട്ടാണ്. കാക്കയേക്കാൾ നല്ല സൗണ്ടിൽ മാമൻ വിളിക്കുന്നുണ്ട്. പിന്നെ കാക്ക വരാൻ വേണ്ടി ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അറിയിക്കാൻ വയ്യ, ഇന്നത്തെ സദ്യക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു. ഒരു അടപ്പായസവും കൂടി ആയപ്പോൾ നല്ല കെങ്കേമമായി. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് ഫാമിലിയോടുള്ള ഈ ചെറിയ ചെറിയ ഒത്തുകൂടലാണ്. ഞാൻ അങ്ങോട്ട് വരാണ്. വണ്ടിനെ പിടിച്ച് ഇപ്പോൾ അമ്മുക്കുട്ടി ആദ്യമായി കൊന്നിത്തൊട്ട് കളിക്കുന്ന ത്രില്ലിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് എൻജോയ്മെൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു.